ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ പാകത്തിന് ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സവാള, തക്കാളി പോലുള്ള കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് താമസിപ്പിക്കാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒന്ന് വാരാനായിട്ട് വെച്ചിട്ടുള്ള 2 കിലോ ബീഫാണ് കേട്ടോ ഇത്. ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വരാനായിട്ട് വെക്കണം കേട്ടോ. ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം പോയിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഈ ബീഫ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലൊന്നും ഇല്ലാത്ത പീസാണ്. ഇനി നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം സാദാ മുളകും പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു പിടിയോളം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇനി നമ്മൾക്ക് ഇതൊന്ന് 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് എത്തിയിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പം ഞാനിതാ 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫാണിത്. ഇതിലിപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിലോളം നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 5 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടതാണ്. ഇതിനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൽ നമ്മൾ കുറച്ച് പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബീഫിൻ്റെ ഒരു വേവ് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. ഒരു 80% വെന്താൽ മതി. ഇനിയിപ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത അതേ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ പാകത്തിനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോവും. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 15 ചെറിയ ഉള്ളി കനം കുറച്ചിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി ഇപ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 80% വേവാക്കുന്നത്. ബാക്കി ഈ വെള്ളം വറ്റി വരുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതിലെ വെള്ളം കംപ്ലീറ്റ് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ തേങ്ങാക്കൊത്ത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കരിഞ്ഞ് പോവാതെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ മാത്രം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ആ ബീഫിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പൊടി കുരുമുളകും വലിയ ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും ഞാനിതുപോലെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും ഞാനിതുപോലെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിടിയോളം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്ക് ബീഫിൻ്റെ വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ സവാള തക്കാളി ഒന്നും ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. കേടുകൂടാതെ ഗൾഫിലേക്ക് കൊടുത്തേക്കാനും പറ്റും. ഇനിയിപ്പോൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ബൈ.